ഹലോ മക്കളെ, യെസ്. അപ്പോൾ നമ്മളെ മോഡൽ എക്സാം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ്, അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. അതായത് ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലല്ല. അതായത് ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ്. 11 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, നല്ല രീതിയിൽ അറിയുന്നതാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ വെയിറ്റേജും എത്രയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. +1 പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് വേണമെങ്കിലും +1 പഠിച്ചിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടോക്കൻസ് എന്താണ്, C++ൽ എന്തൊക്കെ ടോക്കൻസ് ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 5 ടൈപ്പ് ടോക്കൻസിനെ പറ്റിയിട്ട് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡാറ്റ ടൈപ്സ് ഓഫ് C++ൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെയും കണ്ടിന്യൂവിൻ്റെയും ഡിഫറൻസ് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജമ്പ് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നതാണ് ബ്രേക്കും കണ്ടിന്യൂ. അതേപോലെ തന്നെ സ്വിച്ചും LCF ലാഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജമ്പ് സ്റ്റേറ്റ്മെന്റ്സിലാണ് ആക്ച്വലി ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ വരുന്നത്. ബ്രേക്കും കണ്ടിന്യൂ കൂടാത്തതിന് ഗോ ടു ആണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയിട്ട് എഴുതാൻ ഒരുപാട് പ്രാവശ്യം 3 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു ലൂപ്പിൻ്റെ 4 എലമെന്റുകളെ പറ്റിയിട്ട് സ്ഥിരം ചോദിക്കാറുണ്ട്. ലൂപ്പിൻ്റെ 4 എലമെന്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലൈസേഷൻ, അതുപോലെ തന്നെ കണ്ടീഷൻ, അപ്ഡേഷൻ, ലൂപ്പിൻ്റെ ബോഡി എന്നെല്ലാം പറഞ്ഞിട്ട്, അതിപ്പോൾ ഫോർ ലൂപ്പിന് മാത്രം എന്നുള്ള ഫോർ ലൂപ്പിന് മാത്രം എന്നുള്ള രീതിയിലല്ല, ഏത് ലൂപ്പ് ആയാലും ഇങ്ങനെ 4 എലമെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസവും എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോയാൽ അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, അറേൻ്റെ ഡെഫിനിഷൻ പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് എന്തില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അറേ എന്താണെന്നുള്ളത് എന്തായാലും പഠിക്കണം. അതേപോലെ തന്നെ ഒരു അറേനെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറേ ഉണ്ടാക്കുമ്പോൾ തന്നെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ സീനും ഗെറ്റസും, നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ സീനും ഗെറ്റസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഒരു സ്ട്രിങ്ങിന് എങ്ങനെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നു, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ അവസാനത്തിലേക്ക് നൾ ക്യാരക്ടർ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ തേർഡ് ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 8 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, +1 അല്ല അല്ലേ, +2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, അത് കോൾ ബൈ വാല്യൂൻ്റെയും കോൾ ബൈ റെഫറൻസിൻ്റെയും ഡിഫറൻസ് ആണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എഴുതാൻ +2 ഏറ്റവും കൂടുതൽ പ്രാവശ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതേപോലെ തന്നെ സ്ട്രീം ഫങ്ഷൻസ് അല്ലേ, ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൽ സ്ട്രീം ഫങ്ഷൻസ്, സ്ട്രിങ് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ സ്ട്രീം ഫങ്ഷൻസിൽ പുട്ടിൻ്റെയും റൈറ്റിൻ്റെയും ഡിഫറൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ സ്ട്രിങ് ഫങ്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. കൺസോൾ ഫങ്ഷൻസ്, സ്ട്രിങ് ഫങ്ഷൻസ്, സ്ട്രീം ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഫങ്ഷൻസ് പഠിച്ചതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഈ 2 ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. സ്ട്രീം ഫങ്ഷൻസും സ്ട്രിങ് ഫങ്ഷൻസും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക. ഓക്കെ അല്ലേ. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ് ടെക്നോളജിയാണ് മക്കളെ. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വെബ് ടെക്നോളജിയിൽ വരുന്നത്. 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിക് വെബ് പേജിൻ്റെയും ഡൈനാമിക് വെബ് പേജിൻ്റെയും ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സെർവർ സൈഡ്
സ്ക്രിപ്റ്റിംഗ് ഇതിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഒരു HTML ഡോക്യുമെൻ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ HTML അതുപോലെ തന്നെ ഹെഡ് പിന്നെ ബോഡി ആ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ അതെന്ത് ചെയ്യാറുണ്ട് എഴുതാൻ പറയാറുണ്ട്. ആൻഡ് കണ്ടെയ്നർ ടാഗിൻ്റെയും empty ടാഗിൻ്റെയും വ്യത്യാസം അല്ലേ, കണ്ടെയ്നർ ടാഗിൻ്റെ empty ടാഗിൻ്റെ വ്യത്യാസം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ കുറച്ച് ടാഗുകൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ ഏതാണ് കണ്ടെയ്നർ ടാഗ് ഏതാണ് empty ടാഗ് എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പഠിക്കണം, അതിലൊരു 5 ആട്രിബ്യൂട്ട് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കുക. ഇവിടുന്ന് എന്ത് ചെയ്യാറുണ്ട് 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെ കോഡ് എഴുതാനാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് ലിസ്റ്റ് തന്നിട്ട് ആ ലിസ്റ്റിൻ്റെ കോഡ് എഴുതാൻ, അല്ലെങ്കിൽ ടേബിൾ തന്നിട്ട് അതിൻ്റെ കോഡ് എഴുതാൻ, അതേപോലെ തന്നെ ഒരു ഫോം തന്നിട്ട് ആ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതാൻ ഈ 3 കാര്യത്തിൽ ഒന്നിൽ നിന്നാണ് പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനിയിപ്പോൾ ടേബിൾ ക്രിയേഷൻ്റെ കാര്യമായാൽ ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഫോം എന്ന് പറയുന്ന സംഭവത്തിൽ ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകളെ പറ്റിയിട്ട് ചോദ്യം വരാറുണ്ട്. ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഏരിയ അല്ലേ, അതുപോലെ തന്നെ സെലക്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകളാണ്. സോ ഫോം ടാഗിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതാന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻപുട്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെലക്ട്, ടെക്സ്റ്റ് ഏരിയ, ഇതുപോലുള്ള ടാഗുകളെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആറാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ചാപ്റ്ററിന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഡാറ്റ ടൈപ്പുകളെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ടൈപ്സ് 3 ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്പർ, സ്ട്രിംഗ്, ബൂളിയൻ. ഇവിടുന്ന് ഒരു സാധനം തന്നിട്ട് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാരിയബിൾസ്, വാർ കീവേഡ് എന്ന് പറയുന്ന സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്. അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റിൽ 5 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. അലേർട്ട്, ഈസ്, നാൻ, ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, ക്യാരറ്റ് എന്നെല്ലാം പറയുന്ന 5 ടൈപ്പ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് ഉൾപ്പെടുത്താൻ 3 വഴികൾ പഠിക്കുന്നുണ്ട്. ഇൻസൈഡ് ഹെഡ്, ഇൻസൈഡ് ബോഡി, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ. ഇങ്ങനെ എന്താണ് വേസ് ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് കോഡ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ്. ഏഴാമത്തെ ചാപ്റ്ററിന് വെറും 4 മാർക്ക് വെയിറ്റേജ് ആണ്. ഇവിടെ 3 ടൈപ്പ് ഹോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, അതുപോലെ തന്നെ VPS ഹോസ്റ്റിംഗ്. പിന്നെ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണ്, ഫ്രീ ഹോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ലിമിറ്റേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, അതായത് ഫയൽസിന് സൈസ് കുറവായിരിക്കണം, ആ രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ CMS എന്താണ്, CMSൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. CMS സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. CMS എന്താണെന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇതിൽ DBMSൻ്റെ അഡ്വാൻറ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SA വരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 5 മാർക്കിന് SA വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 3 ലെവൽസ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, അതുപോലെ തന്നെ വ്യൂ ലെവൽ എന്ന് പറഞ്ഞിട്ട് 3 ലെവൽസ് പഠിക്കുന്നുണ്ട്. പിന്നെ DBMSൻ്റെ യൂസേഴ്സ്, 4 ടൈപ്പ് യൂസേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ DBMSൽ 4 കീസ് ഉണ്ട്, അതായത് പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ അല്ലേ, അതുപോലെ തന്നെ ആൾട്ടർനേറ്റ് കീ എന്ന് പറയുന്ന 4 ടൈപ്പ് കീസിനെ പറ്റിയിട്ട് ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് റിലേഷണൽ ആൾജിബ്രേൻ്റെ 3 ഓപ്പറേഷൻസ് അല്ലെങ്കിൽ 4 ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം ചോദ്യം വന്നതാണ്. റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾ ടോട്ടലായിട്ട് 6 ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും കുറച്ച് ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് എഴുതാനോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഓപ്പറേഷനെ പറ്റിയിട്ടോ, ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ, സെലക്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലോ ഏതെങ്കിലും രീതിയിൽ ഈ റിലേഷണൽ ആൾജിബ്രേൻ്റെ ഓപ്പറേഷൻസിൽ നിന്ന് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. 9th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഇതിൽ SQLൻ്റെ കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ DBMSൻ്റെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ DBMSൻ്റെ കമ്പോണൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DBMSൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, യൂസേഴ്സ്, ഡാറ്റ, പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 5 കമ്പോണൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ SQLൻ്റെ 3 കമ്പോണൻസ് ആയിട്ടുള്ള DDL, DML, DCL എന്ന് പറയുന്ന കമ്പോണൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ SQLൻ്റെ ഡാറ്റ ടൈപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. SQLൻ്റെ ഡാറ്റ ടൈപ്സിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ, അതുപോലെ തന്നെ സ്ട്രിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ളതും. ആ രീതിയിൽ SQL ഡാറ്റ ടൈപ്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ കോളം കൺസ്ട്രെയിൻസ് ആണ് ഇവിടുന്ന് ചോദിക്കാറുള്ളത്. കോളം കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ട് ഒരു 5-6 കോളം കൺസ്ട്രെയിൻസ്, നോട്ട്, നള്ള്, യുണീക്ക്, പ്രൈമറി കീ എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കൺസ്ട്രെയിൻസ് പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എഴുതാൻ എന്നോട് വിട്ടുപോയതാണ്, SQLൻ്റെ ചാപ്റ്ററിൽ നിന്ന് ക്വറി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒരു സിറ്റുവേഷൻ തരും, അല്ലെങ്കിൽ ഒരു ടേബിൾ തരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതിനെ ക്വറി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എഴുതി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ക്വറി ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 10ാമത്തെ ചാപ്റ്റർ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP, 4 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് നമ്മൾ ERP പാക്കേജസ് ഏതൊക്കെയാണ്, അതായത് SAP, ഓഡോ, അതുപോലെ തന്നെ
അങ്ങനെ 2-3 പാക്കേജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 3 കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ, ഒറാക്കിളൊക്കെ അതിൽ വരുന്നതാണ്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ERP എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സോ ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇവിടുന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ തരുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, SMS, MMS, സ്മാർട്ട് കാർഡ്, GPS, ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, 4 കാര്യങ്ങളെ പറ്റിയിട്ട് വരുന്നുണ്ട്. ആൻഡ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസും സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റും സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസും അഗെയിൻസ്റ്റ് ഗവൺമെന്റും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അതിൽ വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസെമിനേഷൻ ഓഫ് ഓപ്ഷൻസ് മെറ്റീരിയൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 4-5 പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സാർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് സാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിൽ അല്ല നമ്മൾ പറയുന്നത്, വെയിറ്റേജ് നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ഓഫ് C++ എന്നും വെബ് എന്നും അതുപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും എല്ലാം 10 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പോൾ ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററും 4th ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാറേ എനിക്കിപ്പോൾ പഠിക്കാൻ ടൈമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്തെങ്കിലും അല്ലെ ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് പറയാനുള്ളത് ഈ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ്. ഇതിനാകെ 5 മാർക്ക് വെയിറ്റേജേ വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിക്കുക. ഇനി ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് 5ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ഇത് അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ശരിക്കും ഫങ്ഷൻസ് ഒരു വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എന്താണ് എക്സാം അടുത്ത് വരികയാണെന്ന് അറിയാം. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ സാർ എവിടെ നോക്കി പഠിക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി എഡ്യൂബോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈവിൽ എന്താണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കൺസെപ്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെയാണ്. താങ്ക് യു സോ മച്ച്.